അനുഭവങ്ങളിലൂടെ, കഴിവുകളിലൂടെ, ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിലൂടെ ധന്യമാകുന്ന നിറമുള്ള വേദി, അതാണ് നമ്മുടെ റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ എല്ലാമായ ആനി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ആനി ചേച്ചിക്കും വെൽക്കം. നമസ്തേ. സോ ആനി ചേച്ചി, നമ്മൾ എന്താ പറയാ, ചേച്ചിയുടെ സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ശ്രുതി എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. ആനി ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപാട് പേർക്ക് അതായിരിക്കും മനസ്സിൽ വരിക. അതേപോലത്തെ ഒരു ക്യാരക്ടർ ഇപ്പൊ അടുത്തിടെ ഇറങ്ങിയ ഏതെങ്കിലും സിനിമകൾ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ, ഞാൻ ചെയ്ത ശ്രുതിയുടെ ക്യാരക്ടറിനെ പോലെ പവർഫുൾ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ബോൾഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാമ്യമുള്ള ഒരു ക്യാരക്ടർ ആണ് ഇത്, അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ തോന്നിയോ? അല്ല, ഞാൻ സിനിമ ഫീൽഡ് വിട്ടതിന് ശേഷം എനിക്ക് തോന്നിയത് മഞ്ജു ചെയ്ത ഒരു ക്യാരക്ടർ, സമ്മർ ഇൻ ബെത്ലഹേം, അതിൽ മഞ്ജു ചെയ്ത ക്യാരക്ടർ മാത്രമാണ് അങ്ങനെ എനിക്ക് തോന്നിയത്. വേറെ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറയട്ടെ, ചേച്ചിക്ക് ഏതെങ്കിലും, അതായത് ഇപ്പോൾ അടുത്തിടെ ചേച്ചി സിനിമ അഭിനയമൊക്കെ നിർത്തിയതിന് ശേഷം ഏതെങ്കിലും കണ്ട സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഈ ക്യാരക്ടർ അന്ന് എനിക്ക് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലത്തെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ശരിക്കും ഞാൻ പറയാം, ഞാൻ സിനിമ ഫീൽഡിൽ വന്ന് ആ മഴയത്ത് മുൻപേ കഴിഞ്ഞിട്ട് അതിന്റെ ഡബിങ്ങിന് മെഡ്രാസിൽ ചെല്ലുമ്പോൾ കമൽ സർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് പറയുമായിരുന്നു. ആ ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈവൻ ഞാൻ ആ ഫിലിം ഫീൽഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ക്യാരക്ടേഴ്സ് ചെയ്യുമായിരുന്നു. കാര്യം കമൽ സാറുമായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തവർക്കറിയാം അതിന്റെ ആ കംഫർട്ട്. സർ ശരിക്കും ഭയങ്കര എന്താ പറയാ, ഫ്രീഡം തരും നമുക്ക്, നമ്മുടേതായ ഒരു ലോകമാണ്. പിന്നെ അവിടെ സർ ആ ഫുൾ ഫ്രീഡം, റെസ്ട്രിക്ഷൻസ് ഇല്ല, നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനും നമ്മുടെ ഒരു അഭിപ്രായം സാറിനോട് പറഞ്ഞാൽ സാർ അതിനെ ഇരട്ടിയായിട്ട് നമുക്ക് തരും. അപ്പൊ നമുക്കത് പെർഫോം ചെയ്യാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. അങ്ങനെ സാറ് കുറച്ച് ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോ ആലോചിക്കുമ്പോ ചെയ്യാമായിരുന്നു. അത് പിന്നെ വേറെ ആരെങ്കിലും ചെയ്തോ? ഇല്ല, പിന്നെ അങ്ങനെ കണ്ടില്ല. പക്ഷെ ഒത്തിരി അങ്ങനെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് മനസ്സിലുണ്ടായിരുന്നല്ലേ? വേറെ ലാംഗ്വേജ് മൂവീസ് ഒക്കെ കാണാറുണ്ടോ? തമിഴ്, ഹിന്ദി, തെലുഗു ഒക്കെ? തെലുങ്കു ഒന്നും മനസ്സിലാവില്ലേ? അയ്യോ, എന്നെ അങ്ങനെയൊന്നും പറയല്ല. ഞാൻ ആപ്പാടെ കാണുന്ന ഒരു ഹിന്ദി അല്ലെങ്കിൽ ഒരു തമിഴ്. ഹിന്ദിയിൽ ഇഷ്ടപ്പെട്ട ഒരു നടൻ, നടി ആരാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഷാറൂഖ് ഖാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഷാറൂഖ് ഖാൻ സെയിം പിഞ്ച്. പിന്നെ എനിക്ക് ഷാറൂഖ് ഖാന്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോ ലൈക്ക് അമിതാഭ് ബച്ചൻ, നെക്സ്റ്റ് ഷാറൂഖ്. ഇനിയിപ്പോ ഷാജി സാറിന്റെ മൂവീസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അറിയാം, മോഹൻലാൽ ഷാജി കൈലാസ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിന്റെ ഒരു ഹരമാണ്. അത് തിയേറ്ററിൽ പോയി കാണാന്നൊക്കെ പറയാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കോംബോ അവരുടെ സിനിമകളുണ്ടോ? നരസിംഹം. അതിൽ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. നരസിംഹം, പിന്നെ അതേപോലെയാണ് എനിക്ക് ആറാം ഭയങ്കര ക്ലാസിക്കൽ മൂവിയാണ്. അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അതിലൊക്കെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിലോ? അങ്ങനെ ഞാൻ ചിന്തിക്കാറേ ഇല്ല. പക്ഷെ സിനിമ ഇഷ്ടമാണല്ലേ? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ആറാം തമ്പുരാൻ, നരസിംഹം? ആറാം തമ്പുരാൻ അത്രയില്ല, പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടം നരസിംഹമാണ്. ആറാം തമ്പുരാൻ ഓക്കെ, ഒരു വെൽ ക്ലാസിക് മൂവി അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ആറാം തമ്പുരാൻ, നരസിംഹം അങ്ങനെയല്ലല്ലോ, അതിനകത്ത് ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു. ലാലേട്ടന്റെ കൂടെ ആനി ചേച്ചി അഭിനയിച്ചിട്ടില്ല അല്ലേ? ഇല്ല. നിങ്ങള് അതായത് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയതാണോ, അതെയോ അങ്ങനെ ഒരു ഓഫർ വന്നിട്ടില്ലേ? ഞങ്ങള് മനഃപൂർവ്വം ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. ആക്ച്വലി ഒരു ഓഫർ വന്നിരുന്നു, പക്ഷെ അതെന്തോ എനിക്കറിയില്ല, സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാറിപ്പോയതാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി അത് വന്ന എങ്ങനെയാന്ന് വെച്ചാൽ 96 തോന്നുന്നു, 94 95 ആ ടൈമില് രുദ്രാക്ഷം ചെയ്യുന്ന ടൈമാണ്. ലൊക്കേഷൻ ഒരേ സ്ഥലത്താണ്, മിഥുനത്തിന്റെയും രുദ്രാക്ഷം. അവിടുന്ന് കുമാരിയമ്മ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ സെക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ? ഞാനും വിചാരിച്ചു, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അതായത് ഷാജി കൈലാസ് മോഹൻലാൽ കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹിറ്റാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സിനിമ അഭിനയിച്ചിട്ടുമില്ല അല്ലേ? എന്ത് ചെയ്യാനാ, ബാക്കി ഒരു വിധം എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കൂടെ, ബാക്കി ദൈവാനുഗ്രഹിച്ച ദേവിയുടെ കൃപ കൊണ്ട് എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആനി ചേച്ചിയുടെ കുറെ നല്ല വിശേഷം നമുക്ക് ഈ എപ്പിസോഡിലും തന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമുക്ക് റെഡ് കാർപ്പറ്റിലെ അതിഥി ആരാണെന്നൊക്കെ അറിയണ്ട, നമ്മളുടെ ആ കുഞ്ഞ് ഒരു വാവയാണെന്ന് തോന്നുന്നു ഇവിടെ റെഡി ആയി നിൽക്കുന്നത്. സോ നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ അതിഥിയിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. ഹായ്, എൻ്റെ പേര് യുവി, ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അച്ഛനമ്മയൊക്കെ വീട്ടിൽ സപ്പോർട്ടാണ്. ഇവളെ സ്വത്തുമണി എന്നാണ് വിളിക്കുക ഞങ്ങളെ വീട്ടിൽ. ലാലേട്ടനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ലാലേട്ടൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ സ്പെഡികയൊക്കെ കണ്ടപ്പോൾ ആള് അതേപോലെ മാനറിസമൊക്കെ ചെയ്ത് ലാലേട്ടൻ്റെ ആ ചരിവൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഫിഗറൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ചുമ്മാ വീട്ടിൽ മീശയൊക്കെ വരച്ച് ചെയ്ത് തുടങ്ങിയതാണ് ഫിഗർ എന്ന സംഭവം.
മാത്രമല്ല എനിക്ക് ഡാൻസും ഇഷ്ടമാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഈ മോളെ കാണാനായിട്ട്. അപ്പൊ നമ്മുടെ തക്കുടു ചക്കര വാവയെ അങ്ങ് വിളിക്കാം അല്ലേ? പിന്നെന്നാ? യുവി പ്രസന്റ്. വെൽക്കം ടു ദി ഷോ. യുവി നടന്നു വരുന്നതിൽ തന്നെ ആ ഒരു സ്മാർട്ട്നെസ് ഉണ്ട്. മ്യൂസിക്കിനനുസരിച്ചുള്ള കാറ്റ് വാക്ക് ആണോ ചെയ്തേ? അല്ല പിന്നെ കാറ്റ് വാക്ക് ഇഷ്ടമാണോ ചെയ്യാൻ? ഇഷ്ടമാണ്. വീട്ടിലിങ്ങനെ ടിവിയിലൊക്കെ കാണുമ്പോ പ്രാക്ടീസ് ഒക്കെ നടന്നൊക്കെ നോക്കാറുണ്ടോ? ഉണ്ട്. വലുതാകുമ്പോ എന്നാവാനാ ഇഷ്ടം? ആക്ടർ, ആക്ടർ നടി. അതോ മോഡൽ ആവാനാണ് ഇഷ്ടം? എനിക്ക് സിനിമ നടി ആയാൽ മതി. ആഹാ, എനിക്ക് സിനിമ നടിയായ മതി വേറെ ചേച്ചി, ഒന്നും എന്നെ വേറെ ഒന്നിലേക്ക് വിടരുത്. ഇത് എപ്പോഴും ഈ ആഗ്രഹം വന്ന? ഇപ്പഴേ ചെറുതാ, പിന്നെ ഇനി എപ്പോഴും ആഗ്രഹം വരുന്നത്? എനിക്കിപ്പോഴേ സിനിമ നടി എന്ന് തോന്നിയതാണ്. കുഞ്ഞിലെ മുതല് തോന്നി ഞാൻ സിനിമ നടിയാണ്, ഞാൻ സിനിമ നടിയാണെന്ന്, അത് ആവണം എന്ന്. സിനിമയിൽ ഏതെങ്കിലും അഭിനയിച്ചോ? സിനിമയിൽ കുറച്ച് ഒരു കുഞ്ഞു കുഞ്ഞു റോള് ചെയ്തോ? കുഞ്ഞു റോള് ചെയ്തോ? ചെയ്തിട്ടുണ്ട്. ഏത് സിനിമയിലാ? തമിഴ്. തമിഴ്. ഓ മൈ ഗോഡ്, നമ്മൾ തമിഴിലാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ 2 സിനിമയില് പോയിട്ടുണ്ടായിരുന്നു. ആ, തമിഴ് തന്നെ. അത് തമിഴ്, പിന്നെ 2 മലയാളം. 2 മലയാളം. ആ 2 മലയാളം ഏതാണ്? 2 മലയാളത്തിന്റെ പേര് അയ്യേ, നാണക്കേട്. ഏതാ അമ്മേ 2 മലയാളം? സ്വർണ്ണ മത്സ്യം എന്ന മൂവിയും സയറയും ഞാനും. ശരിയാണല്ലോ. ആ, അത് ശരി, അത് ശരി. അപ്പൊ ഇനി വലുതാകുമ്പോ വലിയ സിനിമാ നടി ആവണം. മലയാളത്തിൽ അഭിനയിക്കണോ, തമിഴിൽ അഭിനയിക്കണോ, ഹിന്ദിയിൽ അഭിനയിക്കണോ? എനിക്ക് മലയാളത്തിൽ അഭിനയിച്ചാ മതി. മോക്ക് വലുതാവുമ്പോ ആരുടെ നായികയായിട്ട് അഭിനയിക്കാനാ ആഗ്രഹം? ലാലേട്ടൻ. എനിക്ക് വയ്യ എന്റെ പൊന്നോ, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ എങ്ങനെ അഭിനയിക്കും? അതൊക്കെ അഭിനയിക്കാം. അതൊക്കെ ഞാൻ അഭിനയിച്ചിട്ട് മതി. പക്ഷെ എനിക്ക് പറ്റില്ല. ബാക്കി എത്ര ആൾക്കാരുണ്ട് ഈ ലാലേട്ടന് ഇത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാൻ? എന്താ എനിക്ക് കാരണം? ലാലേട്ടനെ പണ്ട് മുതൽ ഇഷ്ടം. പിന്നെ ഈ സ്പെഡികം, ഈ ലൂസിഫർ ഒക്കെ കണ്ടപ്പോ സ്പെഡികം പിന്നെ പുതുമുരുകൻ കണ്ടപ്പോഴേ എനിക്ക് ലാലേട്ടനോട് നല്ല ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ ഡൽമാസ്റ്റൊക്കെ ലാലേട്ടന്റെ എന്നെ ചെയ്തത്. എപ്പോഴെങ്കിലും ലാലേട്ടൻ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടുണ്ട്. എറണാകുളം പോയിട്ടാണ് ലാലേട്ടനെ കണ്ടത്. എറണാകുളം പോയിട്ടാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു മോള് എവിടെയാ വീട് ശരിക്കും? പാലക്കാട് എവിടെയാ? പാലക്കാട് ടൗണില്. ആണോ? ടൗണില്. ഒരു തമിഴ് അല്ല, ഒരു വർത്താനത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സ്ലാങ് നമുക്ക് അച്ഛനോട് ചോദിക്കാം. സംസാരിക്കുമ്പോ അങ്ങനെ സംസാരിക്കില്ല, കൊഞ്ചിട്ട് സംസാരിക്കും. അങ്ങനെയാണ് സംസാരിക്കുക. അല്ല, ഞാൻ വിചാരിച്ചു പാലക്കാടുകാർക്ക് കുറച്ചൊരു തമിഴ് അതുണ്ട്, പക്ഷെ അത് അതുകൊണ്ടല്ല. അപ്പനും അമ്മയും കൊഞ്ചിച്ചേന്റെ ഗുണാ കൊച്ചു കാണിക്കുന്നത് അല്ലെ? ഒരു മോളാന്നോ? ആ, അതാണ്. പിന്നെ അച്ഛനും അമ്മയും എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന മോളെ? സപ്പോർട്ട് ചെയ്യാ. എങ്ങനെ പറയും? ടിക്ടോക്കിലൊക്കെ എനിക്ക് ടിക്ടോക്ക് ചെയ്യും. 3 വയസ്സിലല്ലേ മോളെ? 3 വയസ്സിൽ ഡബ് സ്മാഷ് ചെയ്ത് ടിക്ടോക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ ആളാണ്. അത് എനിക്ക് അപ്പൊ ലാലേട്ടന്റെ ഇഷ്ടം തോന്നി. അപ്പോഴാണ് ഈ ഡൽമാഷ് ഞാൻ ചെയ്തത്. ലാലേട്ടന്റെ കുറിച്ച് ഡൽമാഷ്. വേറെ ആരുടെയും ചെയ്തിട്ടില്ല? ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തില് 3 വയസ്സായി ഞാൻ അത് ചെയ്തത്. അതാണ് ലാലേട്ടനോട് എനിക്ക് ഇത്ര ഇഷ്ടം തോന്നിയത്. പിന്നെ ലാലേട്ടനെ കാണാൻ പോയി, എറണാകുളത്ത് കാണാൻ പോയി. അപ്പോൾ ഷൂട്ടിലായി നാളെ, അതുകൊണ്ട് കാണാൻ പറ്റി. പക്ഷെ ഫോട്ടോ എടുത്തു, സംസാരിക്കാൻ പറ്റിയില്ല. ഈ മോളുടെ ഇഷ്ടം അങ്ങ് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കോ? കൊറോണ കാലമായതുകൊണ്ട്. ഓ, അങ്ങനെ വലിയ വർത്താന. കൊറോണ കാലം ഒക്കെ ആയോണ്ട്. അല്ലേ, നമുക്ക് കൊറോണ കഴിഞ്ഞിട്ട് ചിലപ്പോ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിലോ കാണണം. അപ്പൊ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കോ? എന്നിട്ട് പറയൂ, ഞാനിങ്ങനെ ഭയങ്കര ലാലേട്ടന്റെ ഫാനാണ്, സ്പെഡികം കണ്ട അത് മുതലാണ് ഞാൻ ഭയങ്കര ഫാനായി എന്നൊക്കെ പറയും. അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം എന്താ മോളെ പറ്റി? അവൾക്ക് ചെറുതിൽ മുതലേ തുടങ്ങിയത് ഡാൻസിലാണ്. വീഡിയോ ഒക്കെ കണ്ടിട്ട് അതുപോലെ സ്വന്തമായി സ്റ്റെപ്പ് ചെയ്യാൻ പഠിക്കുമായിരുന്നു 3.5 വയസ്സ് മുതൽ. അപ്പൊ മനസ്സിലാക്കി ഡാൻസിൽ ഭയങ്കര ഇതാണ്. പിന്നെ 3 വയസ്സിൽ ഡാൻസിൽ കൊണ്ട് ചേർത്തിയായിരുന്നു. പിന്നീടാണ് ലാലേട്ടന്റെ ഈ സംഭവമൊക്കെ ചെയ്യാൻ തുടങ്ങി, ഫിഗറൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിലും ഭയങ്കര. അപ്പൊ പിന്നെ ചുമ്മാ മീശയൊക്കെ വരച്ച് ചെയ്ത് തുടങ്ങിയതാ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ കൊച്ചിന്റെ ഇതിന്ന് നമുക്ക് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ മാറ്റാല്ലേ? അച്ഛനും അമ്മയും തീരുമാനിച്ചു കൊച്ചു സിനിമാ നടിയാവുമെന്ന്. അച്ഛന്റെ ആഗ്രഹം അതാണോ? അത് എനിക്ക് ആഗ്രഹം, എന്റെ ആഗ്രഹം അവര് സമ്മതിച്ചു തരും. ആര് പറഞ്ഞു? അതാണ് എന്റെ ആഗ്രഹം. അതെ, ആര് പറഞ്ഞു സമ്മതിച്ചു തരും?
ഒന്ന് ചോദിച്ചു നോക്കി അച്ഛൻ്റെ അടുത്ത്. ഒന്ന് ഞാൻ ഉറക്കെ ചോദിച്ചു. സമ്മതിച്ചു തരും. സമ്മതിച്ച് തരുമോന്നല്ല, സമ്മതിച്ച് തരുമോ ചോദിച്ചു നോക്കൂ. സമ്മതിച്ചു തരുമോ? തരാലോ. ഓ അപ്പൊ അതൊരു എന്താ പറയുക, ഭയങ്കര കൗതുകം തോന്നുന്നു. ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഒരാളുടെ ഒരു ആഗ്രഹം. ചിലപ്പോൾ നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയേയില്ല, അവർക്ക് എന്താ ആവണ്ടേന്ന് അറിയില്ല. പക്ഷെ അവള് ആ പ്രായത്തിനെക്കാട്ടിലും അവള് മെച്ചോർഡായിട്ടാണ് അവളുടെ വർത്താനം എല്ലാം വരുന്നതല്ലേ. നല്ലതാട്ടോ ഇങ്ങനെ മെച്ചോർഡായിട്ട് വർത്താനം പറയാം. ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അത് വളർന്ന കുറിച്ചിട്ടൊക്കെ. തനിയെ ഇത് വരികയാണ്, തനിയെ സൗണ്ട്. ഇടയ്ക്കിടയ്ക്ക് അച്ഛനമ്മൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൊഞ്ചൊക്കെ വരും. അത് അപ്പൊ നിർത്തണോ കൊഞ്ചി കൊഞ്ചി വരുന്നതൊക്കെ? കൊഞ്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയാണ്, അത് നിർത്താൻ പറ്റില്ല. അയ്യോ അതെ, ലാലേട്ടന്റെ ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? ആക്ഷനോടുകൂടി പറയൂ, അഭിനയിച്ച് കാണിക്കൂ. അതായത് സിനിമ നടി മൈക്ക് പിടിച്ചോളൂ. മൈക്ക് പിടിച്ചിട്ട് മോള് കുറച്ചിങ്ങനെ കൈയൊക്കെ എടുത്ത് പറഞ്ഞോളൂ. മൈക്ക് പിടിച്ചു തരണോ? ഓക്കെ, റെഡി. ഞാൻ തോമ, ആട് തോമ, ഏമാനെ ഒന്ന് കാണാൻ വന്നാ. തോമര അമ്മരത്ത് നീ കൈവച്ചോ, കേറ്റിയെ പൂട്ടി തൈ വെച്ചോ. നിന്നോട് ക്ഷമിക്കാൻ തോമസത്തിന് കഴിയൂ. കുച്ചിക്കട, നിന്റെ കേസ് തോമ അവധിക്ക് വെച്ചിരിക്കുന്നു. എന്റെ പെങ്ങളുടെ കല്യാണം കൂടുന്നുണ്ട്, കാണാം. ഈ ഡയലോഗ് കേട്ടിട്ടാണ് മോളങ്ങ് മൂക്കും കുത്തി ലാലേട്ടന്റെ അകലേക്ക്. പക്ഷേ ഇത് സ്പടികം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും? വീട്ടിൽ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്. ലാപ്ടോപ്പിൽ ഞാൻ ഡെയിലി ഇങ്ങനെ കാണും. ഡെയിലി സ്പെഡികം കാണും നമ്മൾ. ഡെയിലി സ്പെഡികം മാത്രമേ കാണാറുള്ളൂ. ഈ ആനി ചേച്ചിയുടെ സിനിമ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും? കൊച്ചു ജനിച്ചിട്ട് പോലും ഇല്ല, പിന്നെയല്ലേ? ഇല്ലടാ, ഇല്ല. കൊച്ചു ജനിച്ചിട്ട് പോലും ഇല്ല ആ സമയത്ത്. അപ്പോഴാണ് ആനി ചേച്ചി പണ്ട് കണ്ടിട്ടില്ല അത്ര. പണ്ട് താൻ ജനിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കാണും മോളെ? അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അതെ, ഈ എന്റെ ലാപ്ടോപ്പിൽ ഇരുന്ന് ഇങ്ങനെ സ്പടികം കൊണ്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞില്ലേ, ഈ കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാ പഠിക്കുന്നത്? രാത്രി ഒരു 6 മണിയാകുമ്പോ പഠിക്കും. രാത്രി 6 മണിക്ക് പഠിക്കും. അപ്പൊ അതുവരെ സ്കൂളിൽ പോണ്ടേ? അല്ല, 5 ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലോ, 5 മണി തൊട്ട് 6 മണി വരെ പഠിക്കും. അതായത് ഡാൻസ് പ്രാക്ടീസ്, പിന്നെ ഫിഗർ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. അപ്പൊ 1 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ? 1 മണിക്കൂർ പഠിക്കുന്നുള്ളൂ. അത്ര മതി? അല്ലെങ്കിൽ ടൈം കിട്ടില്ല ഡാൻസ് ഒക്കെ. അങ്ങനെ എനിക്ക് ടൈം ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ. ആ കൊച്ചിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. ഈ ഫിഗർ ഷോ ആണല്ലോ നമുക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ആരുടെയൊക്കെയാ ചെയ്യുന്നത്? ഫസ്റ്റ് ലാലേട്ടൻ. അത് ഞങ്ങൾക്കറിയാം. ലാലേട്ടൻ, പിന്നെ വിജയ്. ബിഗിലത്തെ രായ്പൻ. രായ്പൻ ബിഗിലിന്റെ അച്ഛൻ. ആ ചേച്ചി ബിഗിൽ സിനിമയിലെ ക്യാരക്ടർ. പിന്നെ ഷാജി പാപ്പൻ. ഷാജി പാപ്പൻ, ജയസൂര്യ ചെയ്ത ആടിന്റെ ജയേട്ടന്റെ ഷാജി പാപ്പൻ. പിന്നെ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഫിഗർ ഷോയോടും കൂടി നമുക്ക് അങ്ങ് പെർഫോമൻസ് അങ്ങ് ആരംഭിക്കാം. ഞങ്ങൾ രണ്ടുപേരും അങ്ങ് മാറി ഇരുന്ന് ഇത് കണ്ട് ആസ്വദിക്കാൻ പോവാണ്. സോ റെഡി അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ് മോളു. ഓക്കേ, താങ്ക് യു. ഇരുട്ടിന്റെ രാത്രിയുടെ രാജാവ്. ഒടി വെക്കാൻ പോകുന്നത് ഇവനെ. എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ? ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണും. കൈതോല പായ കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം.
മുട്ടനാട്ട് ചങ്കിലെ ചോര കുടിക്കുന്ന ആടുതോമയെ സാറിന് നേരിട്ട് പരിചയപ്പെടണമെന്ന്. എന്തിനാ ആടുതോമയ്ക്ക് കുറ്റിക്കാരന്റെ പെങ്ങളെ കെട്ടിച്ചേരാനാണോ? ആ നീ എന്താ പറഞ്ഞേ? ഏമാന്റെ പെങ്ങളെ കെട്ടിച്ചേരണമെന്നോ? അത് പറഞ്ഞ് ഉറപ്പിക്കാനാ വിളിക്കുന്നേ. എന്താ ഏമാനോട് പറഞ്ഞത് തോമ വേറെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന്? അത് അവിടെ ഒന്ന് പറഞ്ഞാ മതി. മണിയാ ഓ നിന്നെയും കൊണ്ടേ പോവൂ. ബുദ്ധിമുട്ടും. നിന്നെ കെട്ടിവലിക്കാൻ പോലീസ് ജീപ്പിന് ശക്തിയുണ്ട്. ഞാൻ തോമ, ആടുതോമ. ഏമാനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ? തോമയുടെ അമ്മയുടെ ദേഹത്ത് നീ കൈവച്ചു, ഗേറ്റ് പൂട്ടിയിട്ട് എന്നെ ഇടിച്ചു. ഇതിന് നിന്നോട് ക്ഷമിക്കാൻ തോമയുടെ ശവത്തിനെ കഴിയൂ. കുറ്റിക്കാടാ, നിന്റെ കേസ് തോമ അവധിക്ക് വെച്ചിരിക്കുന്നു. എന്റെ പെങ്ങളെ കല്യാണം ഒന്ന് കൂടണമെന്നുണ്ട്. കാണാം. പറ. പാടിക്കുളിക്കും പരമീ കണ്ണുള്ള പെണ്ണേ കാക്കക്കറുമ്പി മാടി വിളിക്കുന്നു മാറത്തെ മാമ്പുള്ളിച്ചുണങ്ങ് പുള്ളിച്ചുണങ്ങ്. നമസ്കാരം. ഇപ്പൊ പോയി. അപ്പൊ 7 വയസ്സായ മോളായി അന്നേരം. പക്ഷെ എന്ത് നല്ല എക്സ്പ്രഷനാ മക്കളെ ചെയ്ത്. ലാലേട്ടന്റെ ആ ഒരു എന്താ പറയാ പുരികം വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത്തുമാരി ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്യാം അല്ലേ? ഈ വെറുതെ പറഞ്ഞതല്ല ഞാൻ ഇങ്ങനെ സിനിമ കണ്ടോണ്ടേയിരിക്കും. ഞാന് ഇത് സ്വന്തമായി പഠിക്കുകയാണ് പണ്ട് മുതല്. ആണാ? അത്ര ലാലേട്ടന്റെ ഫാനാണോ? എക്സ്പ്രഷൻസ് ഒക്കെ അതുപോലെ വരണം എന്ന് ആഗ്രഹമുണ്ടോ? വെരി ഗുഡ്. എന്തായാലും അസലായിട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യത്തെ ഇഷ്ടപ്പെട്ടു, ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ 7 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ കുഞ്ഞ് അതൊക്കെ അങ്ങ് മാറും അല്ലേ? ശരിക്കും എന്താന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ശരിക്കും ഒറിജിനൽ മോളെ കാണാൻ പോലും ഇല്ല. ഇതിപ്പോ എന്തത് പെങ്കൊച്ചാണോ ആങ്കൊച്ചാണോ ക്യാരക്ടറാണോ എന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും നല്ല രസമുള്ള എക്സ്പ്രഷൻസ് ആണ്. ഈ കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വരെ നല്ല അസലായിട്ട് മോള് ചെയ്യുന്നുണ്ട്. ലാലേട്ടന്റെ ഒക്കെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചില്ലേ? അസലായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ആടുതോമയില് അതും ആടുതോമ, ലാലേട്ടന്റെ ഒടിയൻ, പിന്നെ ഏതായിരുന്നു ഷാജി പാപ്പ, എല്ലാം നല്ലതായിരുന്നു. അസലായിരിക്കുന്നു. ശരിക്കും നല്ലൊരു കയ്യടി തന്നേ പറ്റുള്ളൂ. അതേപോലെ മോള് നേരത്തെ പറഞ്ഞില്ലേ വലിയൊരു ആക്ട്രസ് ആവണം, സിനിമാ നടി ആവണം എന്ന്. ഈ സിനിമാ നടി തന്നെ ചുമ്മാ ഒരു ഫെയിം ആൻഡ് സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മോളുടെ ഉള്ളിലൊരു ശരിക്കും നല്ലൊരു ആക്ട്രസ് ഉണ്ട്, നല്ലൊരു നടിയുണ്ട്. അത് ഈശ്വരൻ മുന്നോട്ട് കൊണ്ടുവരാൻ വലിയൊരു അനുഗ്രഹം ദേവി തരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവര് കൂടെ കട്ടയ്ക്ക് നിൽക്കാണ്. ഉറപ്പാട്ടോ അല്ലേ? പിന്നെ എപ്പോഴും അവര് തരുന്ന ഒരു എനർജിയാണ് മോളുടെയും ശക്തിയില്ല. എപ്പോഴും ഇങ്ങനെ കാണിക്കും അവര് നോക്കി. അപ്പോഴാണ് അപ്പൊ ഒരു എനർജി കിട്ടും അല്ലേ? എനർജി കിട്ടും. അച്ഛനാണോ അമ്മയ്ക്കാണോ കൊടുക്കുന്നത് തംസ് അപ്പ്? എപ്പോഴും രണ്ടുപേർക്കും. അപ്പം അവരുടെ തിരിച്ച് അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് കേട്ടോ, ശരിക്കും അവര് കൂടെ ഉണ്ട്. ആ ഒരു മോളുടെ പെർഫോമൻസിൽ അറിയാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ല ഗുരുത്വമുള്ള മോളാണ്. നല്ല ഉയർച്ചയിലെത്തട്ടെ. നല്ല മിടുക്കത്തിയായി വരും. അപ്പൊ നമുക്കൊരു മൊമെന്റോ ഉണ്ട്, അത് വാങ്ങിക്കാം. ഓക്കെ, ആന ചേച്ചി വരും. കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം.